നമുക്ക് അജയുടെയും ഭൂമിയുടെയും നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ആൽഫ്രഡ് ഭൂമിയോടെ കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് ആൽഫ്രഡ് ഭൂമിയോട് അമ്മയുടെ കേസിനെ കുറിച്ചൊക്കെ ചോദിക്കണം. കേസ് നടത്താനായിട്ട് വലിയൊരു തുക തന്നെ വേണ്ടി വരുമെന്നല്ലേ ആ വക്കീൽ സാറ് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി ദൈവമായിട്ട് കാണിച്ചു തരുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആൽഫ്രഡ് പറഞ്ഞു, അതെ അത് ശരിയാ. എന്ത് ചെയ്തിട്ടാണ് ശരി? എനിക്ക് അമ്മയെന്ന് ഇറക്കിയാൽ മതിയായിരുന്നു. അതിന് എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. ആണോ? എന്ത് ജോലി ചെയ്യാനും തയ്യാറാണെന്ന് ചോദിച്ചു. അതെ. അങ്ങനെയാണെങ്കിൽ നിനക്കൊന്ന് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അഭിനയിക്കാനായിട്ട്? അതെ. ഒന്ന് അഭിനയിക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. നിനക്ക് എത്രയോ വേണേലും ചിലപ്പോൾ കിട്ടാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ഭൂമി ഒരു ഞെട്ടനോട് ചോദിച്ചു, അല്ല എൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള പൈസ കിട്ടുമെന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം, ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ആൽഫ്രഡ് വന്ന് അജയനെ കാണുവാണ്. പിന്നീട് അജയോട് പറഞ്ഞു, അല്ല നിന്റെ മനസ്സിൽ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും പെൺകുട്ടി വേണമെന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അല്ല അങ്ങനെ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഭൂമിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ഭൂമിയോടോ? അതെ. ഒരു പക്ഷേ അവളോട് ചോദിക്കുവാണെങ്കിൽ അവളുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് വക്കീൽ ഫീസ് തന്നെ നല്ല തുകയാവും. അപ്പോൾ ഒരു വക്കീലിനെ ഏർപ്പാടാക്കണമല്ലോ. അതിൻ്റെ ബുദ്ധിമുട്ടിൽ അവള്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അജയ്ക്കൊരു അമ്പരപ്പാ തോന്നിയത്. അജയ് പറഞ്ഞു, അല്ല അവളങ്ങനെ സമ്മതിക്കുമോ? ഒന്ന് സംസാരിച്ച് നോക്ക് അജയ്, ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അജയുടെ മനസ്സിലൊരു പ്രതീക്ഷയുടെ നാമുണ്ടായി. ചിലപ്പം ശരിയായിരിക്കും. അങ്ങനെ അവൾ അതിന് സമ്മതിക്കുവാണെങ്കിൽ തനിക്ക് തൻ്റെ ജീവിതം സേഫാക്കാം. നയന വരുന്നോടം വരെ പിന്നെ തനിക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ല. അവൾ വരുന്നോടം വരെ തനിക്ക് കാത്തിരിക്കുകയും ചെയ്യാം. അങ്ങനെ ഒടുവിൽ ഭൂമിയോട് സംസാരിക്കാൻ തന്നെ അജയ് തീരുമാനിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി ഷോപ്പിലേക്ക് വരുവാണ്. ഷോപ്പിലേക്ക് വന്ന് ഇത്തിരി കഴിഞ്ഞപ്പം അജയ് എങ്ങോട്ട് ചെന്നു. അജയ് ചെന്ന് ഭൂമിയോട് സംസാരിക്കുന്ന സമയത്ത് ഭൂമിയോട് തിരക്കാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല സാറ് പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി ചോദിച്ചു, എന്താ സാറേ, സാറിന് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. അല്ല ഭൂമിയുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കണ്ടേ? വേണം. അതിന് നല്ല ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുള്ള വഴി ഞാൻ എന്തായാലും കണ്ടെത്തി തരാമെന്ന് പറഞ്ഞു. വഴിയോ? എന്ത് വഴി? ഭൂമി പറഞ്ഞാൽ മതി. ഭൂമിക്ക് എത്ര ക്യാഷ് വേണമെന്ന്. അങ്ങനെ എനിക്ക് വെറുതെ ക്യാഷ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല ഭൂമിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കാനാ? അതെ, എന്നെ ഒന്ന് രക്ഷിക്കണം. ഭൂമിക്കറിയാലോ അഞ്ജനയുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. എനിക്ക് അവളുമായിട്ട് വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ. തൽക്കാലത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞായിട്ട് അഭിനയിക്കുക. കല്യാണം കഴിഞ്ഞായിട്ട് അഭിനയിക്കാനോ? അതെ. ഏതെങ്കിലും ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ, അഭിനയിക്കാൻ തയ്യാറായിട്ട് വരുവാണെങ്കിൽ, ഭാര്യയായിട്ട് അഭിനയിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവൾക്ക് എത്ര രൂപ വേണേലും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭൂമിക്ക് അങ്ങനെ വന്നെന്ന് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഒന്ന് അഭിനയിക്കാമെന്ന് ചോദിച്ചു. ഒരു നിമിഷം ഭൂമി ഞെട്ടലോടെ നോക്കി. എന്നിട്ട് ചോദിച്ചു, സാർ എന്താ പറയണേ? ഭാര്യയായിട്ട് അഭിനയിക്കാനോ? ഈ കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയായിട്ടുള്ള കാര്യമല്ല. ഭൂമി നീ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. നമ്മളൊരു കരാറൊക്കെ സൈൻ ചെയ്ത് അങ്ങനെ ആയിരിക്കും. അല്ലാതെ വെറുതെ ഒന്നും അല്ല. ഒരിക്കലും നീ എൻ്റെ ഭാര്യയൊന്നും ആയിരിക്കില്ല. അല്ലാതെ എല്ലാവരുടെയും കണ്ണി പൊടിയിടാനായിട്ട് മാത്രം. തൽക്കാലത്തേക്ക് അഞ്ജനയുടെ ശല്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്. ഭൂമി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, സാറേ അത് പിന്നെ ഭൂമി എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി ഇങ്ങനെ ആലോചിച്ചു. ഭൂമിക്കറിയാലോ ഓരോ മനുഷ്യരുടെ മനസ്സിൽ അവരുടേതായ കുറേ വേദനകളും വിഷമങ്ങളൊക്കെ കാണും. ഭൂമിയുടെ വേദന എന്താ? ഭൂമിയുടെ അമ്മയെ രക്ഷിക്കണം എന്നുള്ളതല്ലേ. അതുപോലെ തന്നെ എൻ്റെ വേദന അത് അഞ്ജനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. കാരണം എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട. അല്ല അവൾ നല്ല കുട്ടിയല്ലേ, ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ മനസ്സിൽ അവളൊന്നും അല്ല. എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവളെ അല്ലാതെ വേറെ ആരും ഞാൻ വിവാഹം കഴിക്കാനും പോകുന്നില്ല. അല്ല എങ്കിൽ പിന്നെ അവളെ വിവാഹം കഴിച്ചാൽ പോരെ? അപ്പോഴാണ് അജയ് തൻ്റെ ആ കഥ തുറന്നു പറയണേ. നയനയുമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ചും പിന്നെ അവളെ കാണാതാകുന്നതിനെക്കുറിച്ചും എല്ലാം പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഭൂമി പറഞ്ഞു, അത് പിന്നെ സാർ ഒരു പക്ഷേ എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അതെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഭൂമിക്ക് തയ്യാറാണോ അല്ലയോ? ഭൂമി തയ്യാറാണെങ്കിൽ ഭൂമിയുടെ അമ്മയെ രക്ഷിക്കാനുള്ള പൈസ ഞാൻ തരാം. വക്കീൽ ഫീസ് കൊടുക്കാനുള്ള പൈസയൊക്കെ തരാം. നമ്മൾ തമ്മിലൊരു കരാറടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഭൂമിക്കും തോന്നി ഇതൊരു നല്ല കാര്യമാണ്. കാരണം
ഇപ്പം തന്നെ കടക്കണിയിലിരിക്കുവാണ്, ഒന്ന് അഭിനയിച്ചാൽ പോരെ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പക്ഷേ തൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും അജയ് പറഞ്ഞു, അധികം വൈകാതെ തീരുമാനം എന്നോട് പറയണം, എസ് ആണെങ്കിൽ നോ ആണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അജയ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭൂമി ഇങ്ങനെ ആലോചിച്ചു. ഈ സമയത്ത് അഞ്ജനയും ഭവാനിയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അജയനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, അതെ എന്നെ വിളിക്കണ്ട, എന്നെ ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. സംഗീതയ്ക്ക് അറിയായിരുന്നു അവൻ ഉറപ്പായിട്ടും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവൻ സമ്മതിക്കില്ല എന്ന്. ഒടുവിൽ സംഗീത എന്നിട്ട് പറഞ്ഞു, അവൻ എന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ലെന്ന്. അനുപമ പറഞ്ഞു, അതിനെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പോയി സെലക്ട് ചെയ്യണം. അഞ്ജന ഭവാനിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം ഒരു ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നേ. ശരിക്കും പറഞ്ഞാൽ ഭവാനിയുടെ മനസ്സിൽ എന്താന്ന് പോലും അഞ്ജനയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ഭവാനി എത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് അഞ്ജനയ്ക്ക് പോലും അറിയണ്ടായിരുന്നില്ല. തൻ്റെ അമ്മയുടെ യഥാർത്ഥ സ്വഭാവം എന്താന്ന്. അവളുടെ വിചാരം തനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി, അത് മാത്രമല്ല തൻ്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ അതല്ല, ഒരു കാരണവശാലും ഈ പറയുന്ന അജയനെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഭൂമി ജീവനോടെയുണ്ട്. ഭൂമി ഈ കുടുംബത്തിലെ കുട്ടിയാണ്. അവളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഈ വീട്ടിലേക്ക് കയറി വരിക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ഇതല്ലാതെ വേറെ മാർഗമില്ല. അല്ലാതെ അഞ്ജനയും കൂടെ ഒരുമിപ്പിക്കുന്നതുകൊണ്ട് വേറെ ഒരു കാര്യമില്ല എന്നുള്ള കാര്യം അറിയാം. അഞ്ജനയ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് നിർബന്ധിച്ച് അജയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് മാത്രമാണ്. ഈ വീട് ഇവിടുത്തെ സ്വത്തുക്കളും മുഴുവൻ കൈയടക്കണം, ഇവിടെ തനിക്ക് ഭരിക്കണം, ഈ സൗഭാഗ്യപുരം ഭരിക്കണം എന്നൊരു ചിന്ത മാത്രം ഭവാനിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുത്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ വൈകുന്നേരം അജയ് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അഞ്ജനെ കൊണ്ടേ കാണിച്ചു. അജയ് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ട് പോയി. സംഗീതയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്നൊന്നും എത്തുമെന്നും അറിയത്തില്ല. സംഗീത ഒടുവിൽ മാധവനോട് പോയി കാര്യം പറയുന്നുണ്ട്. എനിക്ക് അജയുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. നീ വിഷമിക്കാതിരിക്കുക, അവൻ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞു. ഭൂമി അനന്തരം വീട്ടിലേക്ക് വന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് എറിയുന്നു പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ, ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. അച്ഛൻ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരണം. കാരണം എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല. അഭിനയിച്ചാൽ മതിയെങ്കിൽ, അത് മാത്രമല്ല ആ സാറിൻ്റെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യത്തിലാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഒടുവിൽ ഭൂമി അങ്ങോട്ട് തീരുമാനം എടുത്തു. അഭിനയിക്കുക തന്നെ, ഭാര്യയായിട്ട് അഭിനയിച്ചാൽ പോരെ, ഒറിജിനൽ കല്യാണം കാര്യങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെ ഒടുവിൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അജയനെ വിളിക്കുകയാണ് ഭൂമി വിളിച്ചിട്ട് സമ്മതം പറയണം. സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ എനിക്ക് സമ്മതമാണെന്ന്. അത് കേട്ടോടുകൂടി അജയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അഞ്ജനെ ആരെയും പേടിക്കേണ്ട. ഇനിയിപ്പോൾ താൻ ഭൂമിയുടെ കഴുത്തിൽ താലി അർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഈ പറയുന്ന തൻ്റെ ഭാര്യയാൻ പോകുന്ന അവൾക്കും അവളുടെ അമ്മയ്ക്കും മാത്രമോ ഇതിനകത്ത് എളുപ്പം കാണത്തുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവർക്കും ഭൂമിയെ താൻ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ദേഷ്യവും തന്നോട് തോന്നാൻ വഴിയില്ല എന്നൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു അജയുടെ മനസ്സിൽ. അങ്ങനെ അജയ് ഭൂമിയെ കല്യാണം കഴിക്കാൻ പോവുക. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ കഥകളൊക്കെ ശരിക്കും നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.